തമ്പുരാനെ. അവരുടെയും ഞങ്ങളുടെയും ദോഷങ്ങളൊക്കെ നീ പുറത്തു തന്നെ തമ്പുരാനെ. നിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് പൊരുത്തത്തിലായി മരിക്കാൻ അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. ദീർഘം ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇവിടെ ഇപ്പൊ പല രൂപത്തിലും ഇസ്ലാമിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ വെച്ചുകൊണ്ട് ശിരോവസ്ത്രം അണിഞ്ഞു വന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ തടഞ്ഞു നിർത്തുകയും ഞാൻ നേരത്തെ ഒരു സംഗതി എല്ലാവരോടും പറഞ്ഞിരുന്നു. അതായത് ഏക സിവിൽ കോഡിന്റെ പ്രഖ്യാപനം വരുന്ന സമയത്ത് എന്റെ എല്ലാ പ്രസംഗത്തിലും ഞാൻ ഉപയോഗിച്ചിരുന്നൊരു വാക്കുണ്ട്. ഈ ഏക സിവിൽ കോഡ് സത്യത്തില് മുത്തലാഖിലോ ബഹുഭാരിത്വത്തിലോ മാത്രമല്ല, ഇത് ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഏക സിവിൽ കോഡാണ് എന്ന് എന്റെ എല്ലാ പ്രസംഗത്തിലും ഒരു രൂപത്തിലില്ലെങ്കിൽ ആ സമയത്ത് നടത്തിയിരുന്ന പല പ്രസംഗത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശിരോവസ്ത്രം അണിഞ്ഞു വന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ തടഞ്ഞു നിർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ സ്ത്രീകളുടെ സംരക്ഷണത്തിനും സ്ത്രീകളുടെ സുരക്ഷത്തിനും ഏറ്റവും നല്ലത് ശിരോവസ്ത്രമാണ് എന്ന് വിശുദ്ധമായിട്ടുള്ള ഖുർആനല്ല, മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ലോകത്ത് ബുദ്ധിയുള്ള സകല മനുഷ്യരും പറയുന്നു. നോക്കൂ, അറേബ്യൻ മാതൃകയിൽ സ്ത്രീകൾ വസ്ത്രനിബന്ധന വേണമെന്ന് മഹാദേവി മാത, ഏതാള് ലക്ഷക്കണക്കിന് അനുയായികളുള്ള ദൈവമാണിത്. മഹാദേവി മാത. ആ മൈദ ആണ്ടാന്ന് വെച്ചിട്ട് ഒന്നും കൂടി കാണാതെ വായിച്ചാലും തെറ്റിപ്പോയതുകൊണ്ട് മഹാദേവി മാത. ഏതാ പേപ്പർ മാതൃഭൂമി. ബുഖാരി ഉയർത്തിപ്പിടിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളത്, ഖുർആൻ ഉയർത്തിപ്പിടിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളത്. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു, അറേബ്യൻ മാതൃകയിൽ സ്ത്രീകൾക്ക് വസ്ത്രനിബന്ധന വേണമെന്ന് മഹാദേവി മാത. എന്താ ആ പെണ്ണിനെ എന്ത് ചെയ്യും? ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്വ സ്ഥാനത്ത് പിടുത്തുമുറുക്കിയിട്ടുള്ള ആളുകളുടെ സ്വന്തം തട്ടകപ്പെട്ട് വരുന്ന പെണ്ണുങ്ങളെ ശക്തമായിട്ട് ചെറുത്തു നിർത്തുമ്പോ മഹാദേവി മാതയുടെ മാതൃഭൂമി പ്രസ്താവിച്ച ഈ പ്രസ്താവനയ്ക്ക് എഴുതിയിട്ടുള്ള ഈ പ്രസ്താവനയ്ക്ക് എന്ത് വിലക്കേർപ്പെടുത്തുമെന്നാണ് എന്നോട് ചോദിക്കാനുള്ളത്. ഇത് ബുഖാരിയല്ല, ഇത് മുസ്ലിമല്ല, ഇത് തുർമുദിയല്ല, ഇത് മുസ്തഫ നബിയുടെ വാക്കല്ല, വിശുദ്ധ ഖുർആനിന്റെ വിളംബരല്ല, ഇത് മഹാദേവി മാതയുടെ വാക്കുകളാണ്. ഞാനൊന്ന് വായിക്കാം. അറേബ്യൻ രാജ്യങ്ങളിലേതുപോലെ ഇന്ത്യയിലും സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിൽ നിബന്ധന വെക്കണം ഗവൺമെന്റ്. ശരീരം മുഴുവനും മറയുന്ന വസ്ത്രമാണ് സ്ത്രീകൾ ധരിക്കേണ്ടതെന്നും അവർ അഭിപ്രായപ്പെട്ടു. ശരീരം മുഴുവനും മറയുന്ന വസ്ത്രമാണ് സ്ത്രീകൾ ധരിക്കേണ്ടത് എന്ന് മഹാദേവി മാതയാണ് ലോകത്തിൽ മുമ്പിൽ എഴുന്നേറ്റ് പറയുന്നതെങ്കിൽ ഈ മാതൃഭൂമിയുടെ പ്രസ്താവന ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളായ മേലാളന്മാർ എവിടെ കൊണ്ടുപോയി കേറുമെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇത് ഇസ്ലാമിന്റെ ഭാഷയിൽ ഒരു പണ്ഡിതൻ പറയുമ്പോഴാണോ പ്രശ്നമാകുന്നത്? ഇത് ഇസ്ലാമിന്റെ ഭാഷയിൽ ഒരു ആര് പ്രസ്താവിക്കുമ്പോഴാണോ പ്രശ്നമാകുന്നത്? ഇത് ഇസ്ലാമിന്റെ സ്പിരിറ്റുള്ള ഏതാനും പെണ്ണുങ്ങൾ ജീവിതത്തിൽ ശീലിക്കുന്നത് കൊണ്ടാണോ ഇവിടെ സംസ്കാരം തകരുന്നതും ഭാരതെത്തുന്നതുമെങ്കിൽ മഹാദേവി മാത എന്ന് പറയുന്ന ഒരുപാട് ആരാധകന്മാർ ദൈവമായി പരിഗണിച്ച് പോലിലെത്തിയ ഈ സഹോദരി പറഞ്ഞ പ്രസ്താവനയെ എന്ത് ചെയ്യുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാം ഒരു സംഗതി ലോകത്തോട് നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് എക്കാലത്തും അതിന് ബുദ്ധിയുള്ള മുഴുവൻ ആളുകളും നെഞ്ചിലേറ്റിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ബഹുഭാരിത്വമാണെങ്കിലും മുത്തലാഖാണെങ്കിലും അത് ഖിസാസാണെങ്കിലും ഹദ്ദാണെങ്കിലും എന്താണെങ്കിലും വിശുദ്ധ ഇസ്ലാം അതേ മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യത്തെ ഏതെങ്കിലും രൂപത്തിൽ നിഷ്പക്ഷമതികളായ വർദ്ധവർണ്ണ വ്യത്യാസമില്ലാതെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ ഉയർത്തി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിലും എന്റെ കയ്യിൽ ഒരു പത്രത്തിന്റെ കട്ടിങ് എന്റെ കയ്യിൽ കിട്ടിയത് ഞാൻ നേരത്തെ എടുത്തു വെച്ചതാ. എനിക്ക് മൈതുട്ടിയാജ് നേരത്തെ വായിച്ചിട്ട് കൊണ്ടുവന്നതുള്ളതാ. സുബ്ഹാനല്ലാഹ്. അൽ മർഅതു ഔറാ, അൽ മർഅതു ഔറാ, അൽ മർഅതു ഔറാ എന്ന് മഹാനരായ മുത്ത് ഹബീബ് പറഞ്ഞ വളരെ വലിയ അർത്ഥഗാംഭീര്യമുള്ള ചെറിയ വാക്കിന് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിരവധി മതങ്ങളിലുള്ള ബുദ്ധിജീവികൾ വിളിച്ചു പറയുമ്പോ ദൈവമാണെന്ന് കൊട്ടിക്കേൾപ്പിക്കപ്പെടുന്ന മഹാദേവി മാത പോലും വിളിച്ചു പറയുകയാ, സ്ത്രീകൾക്ക് സംരക്ഷണം വേണോ, പീഡനങ്ങളിൽ നിന്ന് മുക്തി വേണോ, കൊലകളിൽ നിന്ന് രക്ഷ വേണോ,
സംസാരത്തിൽ നടപ്പിലാക്കിയ സ്ത്രീകളുടെ ശരീരം മുഴുവനും മറച്ചുകൊണ്ട് നടത്തണമെന്നിടത്തേക്ക് ഇന്ത്യയും എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലുള്ള ഒരു ദൈവമാണ് വിളിച്ചു പറഞ്ഞതെങ്കിൽ ദൈവങ്ങളായി അവരോധിക്കപ്പെടുന്ന മുദ്രകുത്തപ്പെടുന്ന ആളുകൾ വരെ മുസ്തഫ നബിയുടെ ആശയത്തെ പൂവിട്ട് പൂജിക്കുമ്പോ ആരാധകന്മാരും ആ കാര്യം പറയണമെന്ന് വളരെ വിനീതമായി സന്ദർഭത്തിൽ ഉണർത്തുകയാ. കൂട്ടത്തിൽ ശബ്ദം കേൾക്കുന്ന എന്റെ മുമ്പിലിരിക്കുന്നവരും പുറത്തുള്ളവരുമായ മുഴുവൻ ആളുകളോട് ഞാൻ പറയുകയാ, പ്രിയപ്പെട്ടവര്, ഇന്നുവരെ എവിടെയോ മുഖമത്തന ധരിച്ചുകൊണ്ട് പർദ്ദയും ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പെണ്ണും സവിറ്റ് മതിക്കപ്പെട്ടിട്ടില്ല, ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല, ബസ്സിൽ നടന്നു പിടിക്കപ്പെട്ടിട്ടില്ല. എന്ത് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള സംരക്ഷണോ അത് ശരീരം മറക്കല, അത് മറ്റുള്ളവരും തുറന്നു പറയുകയാണ്. ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഏക സിവിൽ കോഡ് സകല ആശയങ്ങളിലും നടപ്പിലാക്കാൻ വെമ്പൽ കൊള്ളുന്നതിന്റെ ചീറ്റൽ സ്വഭാവങ്ങളാണ് ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനീ ദഅവത്തിന് വേണ്ടി ദീർഘകാലം നമുക്ക് ആയുസ്സ് നൽകട്ടെ. ദീനീ ദഅവത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലായി ഹഖോടെ പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞു വന്ന ഒരു രാത്രിയിൽ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ഉറക്കെ വിക്ർ ചൊല്ലി മുത്ത് ഹബീബിന്റെ സാന്നിധ്യം കൊണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. പടച്ചവനെ, ഞങ്ങൾ ഒന്നിനും കൊള്ളാത്ത പാവങ്ങളാണ്, പാപികളാണ്. അല്ലാഹുവേ, നീ എല്ലാത്തിനും കഴിയുന്ന ഗഫാറും തവ്വാബുമാണ്. പടച്ചവനെ, ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. അല്ലാഹുവേ, ഒരു തെറ്റും ചെയ്യാത്ത അമ്പിയാക്കളെ ദഅവത്ത് നടത്തിയതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ലോകമാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഔലിയാക്കളെ ചാട്ടവാറ് കൊണ്ട് അടിച്ച ലോകമാണ്. ആ നിലയിൽ തെറ്റുകളുടെ കൂമ്പാരങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങൾക്കെതിരെ ഈ നടത്തുന്നതും പ്രചരിപ്പിക്കുന്നതും ഈ ശേഖരണമൊന്നും ഒന്നുമല്ല എന്ന് ഞങ്ങൾക്കറിയാം തമ്പുരാനെ. അതുകൊണ്ട് റഹ്മാനെ, റഹീമേ, ഗഫാറേ, ഞങ്ങളുടെ എല്ലാവരുടെയും ദോഷങ്ങൾ നീ പൊറുത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ദഅവത്തുമായി നടക്കുന്ന സമയത്ത് അതിന് മുടക്കം സൃഷ്ടിക്കുന്ന മുഴുവൻ സഹോദരന്മാരെയും നീ നന്നാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇല്ലെങ്കിൽ അവർ സൃഷ്ടിക്കുന്ന അവരുടെ ലക്ഷ്യങ്ങളുടെ ചതിപ്രയോഗങ്ങളിൽ നിന്ന് എന്ത് ചതികളാണെങ്കിലും ഒളിഞ്ഞാണെങ്കിലും തെളിഞ്ഞാണെങ്കിലും അതിൽ നിന്നൊക്കെ പാവങ്ങളായ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ തമ്പുരാനെ. തെറ്റുകൾ കൊണ്ട് ഞങ്ങളെ കൊടുക്കല്ലേ തമ്പുരാനെ. തെറ്റില്ലാതെ ജീവിതം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ക്യാൻസർ ബാധിച്ച ഒരു സഹോദരനെ വരെ ഇവിടെ സംഭാവന നൽകിയിരിക്കുകയാണ്. അള്ളാഹു നീ കബൂലാക്കി അവരുടെ ക്യാൻസർ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. എല്ലാ രോഗങ്ങളുടെയും കാരണക്കാരൻ, അതെല്ലാം ഇറക്കുന്നതും നൽകുന്നതും പരീക്ഷിക്കുന്നതും നീയാണ്. സകല രോഗികളുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. കടങ്ങൾ വീട്ടിക്കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ കല്യാണം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പങ്കെടുക്കട്ടെ പങ്കെടുക്കാതിരിക്കട്ടെ, അള്ളാഹുവേ, ആ കല്യാണങ്ങളൊക്കെ നീ ഭംഗിയാക്കി കൊടുക്കണേ തമ്പുരാനെ. പാവങ്ങളെ കല്യാണത്തിന് അവരറിയാത്ത സഹായങ്ങൾ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. പൈസ ഉള്ളവരുടെ കല്യാണം പടച്ചവനെ, അത് ദൂർത്തും ആഭാസമൊന്നും ആവാത്ത സ്വഭാവത്തിൽ നിന്റെ പൊരുത്തത്തിലായി ഭംഗിയാക്കാൻ അവർക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ബാവാജി അടക്കമുള്ള മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും പുറത്തു നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലഹും വറഹംനാ വഇയ്യാഹും വഅഫു അന്നാ വഅഫു അൻഹും യാ കരീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാം.